മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ അടൂരിൽ UDF ഇത്തവണയും വാർഡ് നിലനിർത്തി. മലപ്പട്ടത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ തവണയാണ് അടൂർ 2ാം വാർഡ് UDF വിജയിച്ചത്. ഇത്തവണയും ഈ വാർഡ് UDF നിലനിർത്തുകയായിരുന്നു. 31 വോട്ടുകൾക്കാണ് KV ശാരദ ടീച്ചർ വിജയിച്ചത്. കഴിഞ്ഞ കാലയളവിലെ വികസന തുടർച്ച ലക്ഷ്യം വെക്കുന്നതായി KV ശാരദ ടീച്ചർ പറഞ്ഞു. മലപ്പട്ടം പഞ്ചായത്തിലെ 2ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചു. കഴിഞ്ഞ വർഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം UDF ഇവിടെ വിജയിച്ചു. അതിന്റെ തുടർച്ചയായി നമുക്ക് ഈ വാർഡ് നിലനിർത്താൻ പറ്റി. അതിന്റെ പിന്നിൽ ഒരുപാട് ഇവരെ സംസു, സക്കീർ, യക്കൂബ്, കുറെ ചെറുപ്പക്കാരെ നല്ല കഠിന പ്രയത്നമുണ്ട്. മലപ്പട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കിവിടെ ഒരു വാർഡ് കിട്ടുക പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇപ്രാവശ്യം നമുക്ക് പിടിക്കാൻ കഴിഞ്ഞത് ഒരു സംഭവം തന്നെയാണ്. പറയുന്നത് എന്താന്ന് വെച്ചാല് വാർഡ് തിരിവ് അതൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യം ബാലകൃഷ്ണൻ ജയിച്ചതുകൊണ്ട് ഇപ്രാവശ്യം ആ വാർഡ് 150ഓളം ആളുകളെ വേറെ 1ാം വാർഡിലേക്ക് മാറ്റി. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് വിജയിക്കാൻ പറ്റുന്നില്ല, ആ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ കഠിന പ്രയത്നവും നാട്ടുകാരെ കുറച്ച് ആൾക്കാരെ എല്ലാവരും സഹകരണവും ആ വ്യക്തിപരമായിട്ടും ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ. അങ്ങനെയാണ് നമ്മളിവിടെ വിജയിച്ചത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമല്ല, നമ്മളെ നാടിൻ്റെ വികസനം. നമ്മളിവിടെ ഒരു അംഗൻവാടി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനം. അത് എൻ്റെ അച്ഛനാണ്. അന്ന് CPM പ്രവർത്തകനായിരുന്നു അച്ഛൻ. അടൂർ നാടിൽ അച്ഛൻ പറഞ്ഞതിനപ്പുറം ഒന്നും ചെയ്യാത്ത ഒരു നാടായിരുന്നു. പിന്നെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീന്റെ അവർക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ വന്നേരത്ത് അവർക്കൊരു ജോലി എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ബാലവാടി കൊണ്ടുവരാൻ വേണ്ടി അന്നത്തെ MLA ഗോവിന്ദൻ നമ്പ്യാർ, പാർക്കാടിയുള്ള ഗോവിന്ദൻ നമ്പ്യാരാണ് MLA. അദ്ദേഹത്തിനെ കാണാൻ പോകും. അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എല്ലാവരും എതിർത്തു. ഒരു കോൺഗ്രസ്സുകാരൻ കൊണ്ടുവന്ന് ബാലവാടി അടൂർ വേണ്ട. അങ്ങനെ അച്ഛൻ പറഞ്ഞു അത് ശരിയാവില്ല, നമ്മളെ നാട്ടിലൊരു ഗവൺമെന്റ് സ്ഥാപനം, ഒരു കുട്ടികൾക്കുള്ള സ്ഥാപനം, അങ്ങനെയാണ് അന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ അച്ഛൻ തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ കൂടെ പോയി. അത് കാരണം നമ്മളെ ഒരു ഒറ്റപ്പെടുത്തി. ശരിക്കും ഒരു ഫൈറ്റ് ചെയ്തിട്ടുള്ള ജീവിതമായിരുന്നു പിന്നെ മുമ്പോട്ട്. അങ്ങനെ വേറെ ബാലവാടി കൊണ്ടുവന്നു. അത് ഹരിജൻ ബാലവാടിയായി കോട്ടൂരേക്ക് എടുത്തു പോയി. പിന്നെ ഇവിടെ ഈ ബാലവാടി അച്ഛൻ കൊണ്ടുവന്ന ബാലവാടി നിലനിർത്തി. അത് പിന്നെ ബ്ലോക്കിന്റെ ആയിരുന്നു ബാലവാടി. പിന്നെ ICDSന്റെ കീഴിൽ ഗവൺമെന്റ് ഇത് ഇവിടെ നിലനിർത്തിയത് ഈ ഒരു അംഗൻവാടി ഇവിടെയാണ് സ്ഥലം. അതുപോലെ പിന്നെ കുറെ വർഷത്തേക്ക് പിന്നെ മലപ്പട്ടം പഞ്ചായത്തിന്റെ ഭരണം LDFനാണെന്ന് എല്ലാവർക്കും അറിയുന്ന ആരാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ജാതിയോ രാഷ്ട്രീയോ ഒന്നും നോക്കാണ്ട് നമ്മളെ നാടിന് എന്നാണോ പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ കഴിയുക. മറ്റു വാർഡുകളിൽ അവർ പറയുന്നുണ്ട് ഒന്നും തരൂല, ഒരാൾ വന്നാൽ നമ്മളൊന്നും ചെയ്യാൻ വിടൂല എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു നമ്മളതായ ഒരു വ്യക്തിത്വം ഉണ്ടാവുമല്ലോ. അതിൽ മറ്റുള്ള വാർഡുകളിൽ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് അനുവദിച്ച് തരണം, അങ്ങനെയുള്ള ഒരു ധൈര്യം ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഫസ്റ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പോക്കറ്റ് റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അത് ഇതുവരെയും അനുവദിച്ച് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതുകൊണ്ട് ഈ കഴിഞ്ഞ വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ അമ്പലത്തിലേക്കും പള്ളിക്കും സോളാർ ലൈറ്റാണ് സ്വന്തം ചെലവിൽ കുറച്ച് നമ്മളെ ആൾക്കാരെല്ലാം കൂടി സഹായിച്ച് അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ഈ അമ്പലത്തിലേക്കുള്ള റോഡ് ടാർ ചെയ്യണം. പിന്നെ പാവപ്പെട്ട കുറേ വീടില്ലാത്ത ആൾക്കാരുണ്ട്, അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണം. പല സൗകര്യങ്ങളും ഇല്ലാത്തതും പല പ്രശ്നങ്ങളും നേരിടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരെ വീടുകളിലേക്ക് നമ്മളെ ഈ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്താണ് അവരെ ദയനീയ അവസ്ഥകൾ നമ്മൾ കാണുന്നത്. വോട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച സംസു, ഇവർ യാക്കൂബ്, സക്കീർ, പിന്നെ ഹുസൈൻ, പിന്നെ സുകുമാരൻ, പിന്നെ ബാലകൃഷ്ണൻ, ബഷീർ, ഇവരെല്ലാം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച നാട്ടുകാർക്കും എല്ലാവർക്കും ദൈവസഹായം ഒരുപാട് നമ്മളെ
ദൈവത്തിൻ്റെ സഹായം ഒരുപാടുണ്ട് നമുക്ക്. ഇല്ലെങ്കിലും നമുക്കിന്ന് വിജയിക്കാൻ കഴിയില്ല. എനിക്ക് ഏത് പ്രതിസന്ധിയിലും ദൈവാനുഗ്രഹം ഉണ്ട്. അതിലാണ് മുമ്പോട്ട് പോകുന്നത്. അവർക്ക് എല്ലാവർക്കും, എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി, നമസ്കാരം.